എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ഡാറ്റാസ് പരിശോധിക്കുന്നതിനായിട്ട് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അവസരം ഉള്ളത്. നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കുകയും അതിനുശേഷം അപേക്ഷയിൽ വല്ല തെറ്റുകളോ അല്ലെങ്കിൽ റിമാർക്സോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ റിമാർക്സ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ റിമാർക്സ് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും റിസർവേഷൻ ക്ലെയിമുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം റിമാർക്സിലുള്ള ആ ഒരു ക്ലെയിം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാൽ റിമാർക്സ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ വല്ല റിമാർക്സും നിങ്ങൾ കണ്ടെത്തുകയാണ്, അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ നിങ്ങൾക്ക് അവിടെ തെറ്റായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാറ്റിവിറ്റിക്ക് പകരം അതായത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സാധാരണ അതിൽ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് അതായത് പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലാണെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലേസിൻ്റെ പേര് മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കോ മറ്റോ അതിൽ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ആക്സെപ്റ്റഡ് ഡാറ്റ എന്നുള്ള പേജിൽ താഴെയുള്ള ആ ഒരു ഭാഗത്ത് റിമാർക്സ് ഇഫ് എനി എന്നുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ഒരു ബോക്സ് കാണാം. അതിൽ നിങ്ങളുടെ റിമാർക്സ് എന്താണെന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ റിമാർക്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് റിമാർക്സ് ആയിട്ട് ആഡ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ് എന്താണ് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടുത്തത് നിങ്ങളുടെ ഈ ഒരു ആക്സെപ്റ്റഡ് ഡാറ്റ എന്നുള്ളതിന് പകരം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് ഒരു റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് നിരസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ SSLC സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ ജന്മസ്ഥലം കേരളമാണ് എന്ന് തെളിയിക്കാനായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അതായത് കേരളത്തിന് പുറത്ത് ജനിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഈ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിൽ ജന്മസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പേജിൻ്റെ ഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് അതിനോടൊപ്പം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി, അതായത് നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉടമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തെളിയിക്കാനാണ് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അതായത് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന SSLCയോ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ആ ഒരു SSLCയോ അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൽ അതായത് ആ ഒരു ബർത്ത് പ്ലേസ് നൽകിയിട്ടുള്ള ആ ഒരു പേജോ നിങ്ങൾ ഈ ഒരു PDF ആക്കിയിട്ട് അതായത് അതിൻ്റെ സ്കാൻ ചെയ്ത ആ ഒരു പകർപ്പും അതിനോടൊപ്പം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും കൂടി ഒരു PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഷറീസ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിലാണ് ഫീ കൺസെഷൻ ലഭിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആ സർട്ടിഫിക്കറ്റാണ് റിമാർക്സ് ആയിട്ടുള്ളത് എങ്കിൽ അത് സർട്ടിഫിക്കറ്റിൻ്റെ സാധാരണ അതിൽ വാലിഡിറ്റി കഴിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉള്ളതിന് പകരം സെൻട്രൽ പർപ്പസ് ആയിരിക്കുന്നത് കൊണ്ടും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ് പർപ്പസിന് പകരം സെൻട്രൽ പർപ്പസ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ NRI കോട്ടയുടേതാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പോൺസറുടെ വിസ, അതുപോലെ തന്നെ അതായത് വിസയുടെ ആ ഒരു കോപ്പി, അതുപോലെ തന്നെ അഫിഡവിറ്റ്, അതുപോലെ തന്നെയുള്ള ബാക്കി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വല്ല എറേഴ്സ് ഉണ്ട്, അതായത് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് റിമാർക്സ് ഇഫ് എനി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എറർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി അതിനുശേഷം അവിടെ റിമാർക്സ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് റിമാർക്സ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതും അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ആണെങ്കിൽ ഫീ കൺസെഷൻ ആയിട്ടുള്ള ഈ ഒരു ഫോം സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് അത് ഓഫീസറിൽ നിന്നും സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അപേക്ഷയിലെ പല തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ന്യൂനതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് എന്താണ് നിങ്ങളുടെ അപേക്ഷയിൽ വന്ന തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റിമാർക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ആ ഒരു കാര്യം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ജനിച്ചവർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ പറയുന്നത്. അതുപോലെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അത് SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതല്ല.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 മാർക്ക് ലിസ്റ്റ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്നും ആവശ്യമെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മൈനോറിറ്റി ക്ലെയിം നിരസിച്ചത് ഒരു NCL അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലാണ്. അതുപോലെ SC/BC വിഭാഗക്കാർ നോ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ SC/ST വിഭാഗക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കമ്മ്യൂണൽ റിസർവേഷൻ നിരസിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റൊക്കെ കറക്റ്റ് തന്നെയല്ലേ അപ്ലോഡ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നീട് ഡൗൺലോഡ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്തത്, മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം നാളെ വൈകുന്നേരം 5 മണിക്കുമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൺഫർമേഷനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും കൺഫർമേഷൻ ചെയ്യണോ എന്നുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കൺഫർമേഷൻ ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അപേക്ഷയുടെ 2ാമത്തെ സ്റ്റെപ്പിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് അതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ബാക്കി ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റെപ്പുകളും ആ ഒരു 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ ഡാറ്റ പരിശോധിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഈ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 6ാം തീയതി മുതൽ 7ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ നടത്താതെ. അതായത് ഈ ഒരു ആദ്യത്തെ ഫീ പേയ്മെൻറ്റ് സ്റ്റെപ്പ് ചെയ്തു, അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷ ഫോം പൂരിപ്പിക്കും. അതുപോലെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലെയിം നൽകാനും അതാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് ഇതുവരെ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷനിൽ തെറ്റുകൾ തിരുത്താനോ മറ്റോ അവസരം കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റുകളൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള കൺഫർമേഷൻ പേജും അതുപോലെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ എന്നിവ ചെയ്യാതെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. നിലവിൽ നിങ്ങൾ ആക്സെപ്റ്റഡ് ഡാറ്റ പരിശോധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.